റിജിൽ മാക്കുറ്റി, ഇതിനകത്ത് കേന്ദ്രമന്ത്രിമാരുടെ പ്രതികരണം വന്നു. സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ജോർജ് കുര്യനും. ജോർജ് കുര്യൻ പറഞ്ഞു, ഇനി BJPക്ക് എല്ലാ പരിപാടിയിലും ഈ ഗണഗീതം ഇത് പാടാം, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സുരേഷ് ഗോപി പറഞ്ഞു, ഇത് വളരെ നിഷ്കളങ്കമായി കുട്ടികൾ പാടിയതാണ്, അതിൽ മറ്റൊന്നുമില്ല, അതിനകത്ത് വർഗീയതയില്ല, മാത്രമല്ല അവർ ഏതെങ്കിലും തീവ്രവാദ വരികളൊന്നുമല്ലല്ലോ പാടിയത് എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിച്ചു. BJPയുടെ ഔദ്യോഗികമായ മറ്റു വിശദീകരണമോ പ്രതികരണമോ ഇക്കാര്യത്തിൽ വന്നിട്ടില്ല. ഇത് ബോധപൂർവം കുഞ്ഞുങ്ങളെ കൊണ്ട് പാടിപ്പിക്കുകയായിരുന്നു, ഒരു അജണ്ട നടപ്പാക്കുകയായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ടോ? വളരെ കൃത്യമാണല്ലോ. ഇപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ആള് തന്നെ അദ്ദേഹത്തിൻ്റെ സ്കൂൾ എനിക്ക് തോന്നുന്നു RSS നിയന്ത്രണത്തിൽ നിൽക്കുന്ന സ്കൂളാണ്. അവിടെ പാടുന്ന എല്ലാ ദിവസവും പാടുന്ന ഈ ഗണഗീതം തന്നെയാണ് പാടുന്നതെന്നാണ് അയാളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായും കറ കളഞ്ഞ ഒരു RSS കാരനും സംഘപരിവാറിൻ്റെ വളരെ കൃത്യമായ ശാഖയിൽ പോയി എല്ലാ കാര്യങ്ങളും അറിഞ്ഞ ഒരാളാണ് പ്രിൻസിപ്പൾ എന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ BJPയുടെ പ്രതിനിധിയുടെ ആവശ്യമില്ല, കാരണം അത്രയും രൂപത്തിൽ RSSനെ ന്യായീകരിക്കാൻ വന്ന ഒരാളാണ് പ്രിൻസിപ്പൾ. നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാവും. അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കറിയാം പ്രിൻസിപ്പളാണ് കുട്ടികളാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുമ്പോൾ ഉള്ളിലുള്ള ആശയം എന്താണ് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നൊരു കാര്യമാണ്. ഇവിടെ പറയുന്നു ദേശഭക്തി ഗാനമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എവിടെയാണ് ദേശഭക്തി എന്ന് പറയുമ്പോൾ ഇവിടെ അതിൻ്റെ ഇതിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ആ കവിതയിൽ അല്ലെങ്കിൽ പാടുന്ന ഈ കവിതയിൽ മുഴുവൻ ഒരു മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ്. മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ നാടിനെ പ്രത്യേകിച്ച് നമ്മുടെ സവർക്കറും ഗോൾവർക്കറൊക്കെ പറഞ്ഞ ഹിന്ദുത്വ ആശയത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ആശയം, ആ ആശയമാണ് ഈ കവിതയിലെമ്പാടും പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ. അപ്പോൾ ശ്രീ ഗോപി തന്നെ ഇവിടെ പറഞ്ഞു, ഭഗത് സിംഗും ഝാൻസിയും അത് പ്രഭാതപേരി മുഴക്കുന്നു, ശ്രീ നാരായണ അരവിന്ദന്മാർ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് എത്തുന്നത് തുറന്ന് തൂവിയിടുന്നു, ബലിഹവ്യം തൂവിയിടുന്നു എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് ഭഗത് സിംഗ് ഉണ്ട്, ഝാൻസി റാണിയുണ്ട്, അവരൊക്കെ ധീരന്മാരാണ്, പോരാളികളാണ്, ശ്രീനാരായണ ഗുരുദേവനൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ ഇതുപോലെ മറ്റ് ആളുകളില്ലേ? ഈ രാജ്യത്തിന് വേണ്ടി പടിഞ്ഞു വീണ് മരിച്ച ടിപ്പു സുൽത്താൻ, ഈ രാജ്യത്തിന് വേണ്ടി പടിഞ്ഞു വീണ് മരിച്ച ധീര രക്തസാക്ഷിയല്ലേ? ടിപ്പു സുൽത്താൻ്റെ ഐഡിയോളജിയെക്കുറിച്ച്, അദ്ദേഹത്തെ ധീരതയെക്കുറിച്ച് പ്രകീർത്തിക്കുന്നുണ്ടോ? പീർ മുഹമ്മദിനെ പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടി പിടഞ്ഞു വീണ് മരിച്ച പീർ മുഹമ്മദിൻ്റെ ഏറ്റവും പ്രോജ്വലമായ ഏടുകളെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ പഠിക്കുക. അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ പറയുന്നുണ്ടോ? മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ വിചക്ഷണയെക്കുറിച്ച് പറയുന്നുണ്ടോ? അതിർത്തി ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒന്നും അതിനകത്ത് ഇതൊരു ബഹുസ്വര സമൂഹമാണെന്ന് ഈ പ്രിൻസിപ്പൾ തന്നെ പറയുന്നു. നാനാത്വത്തിൽ ഏകത്വമാണ്. അതെ, നാനാത്വത്തിൽ ഏകത്വമാകുമ്പോൾ ഇത് മാത്രം എല്ലാവരും ചേർന്നതാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയം എല്ലാവരും ഉള്ളതാണ്. മതമുള്ളവരും മതമില്ലാത്തവരും വിശ്വാസികളും അവിശ്വാസികളും എല്ലാം ചേർന്ന ഒരു ആശയമാണ്. അതാണ് നാനാത്വത്തിൽ ഏകത്വം. അവിടെ എവിടെയാണ് ഈ പാട്ടിനകത്ത് അങ്ങനെ ഒരു കാര്യം പറയുന്നത്? പിന്നെ നിങ്ങൾ പറയുന്ന ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായി പറയുന്ന മുകുളങ്ങൾ ചാർത്തിയിടുന്നൊക്കെ പറയുമ്പോൾ ഇതിവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് തന്നെ അതിനകത്ത് വരുന്ന വരികളിലെല്ലാം ഒരു മതത്തുമായി ബന്ധപ്പെട്ട ആചാര അനുഷ്ഠാനം അർപ്പിക്കാനാണ്. ഇവിടെ മറ്റ് മതവിശ്വാസികൾക്ക് ഏകദൈവ വിശ്വാസികളായ ആളുകളില്ലേ ഇവിടെ, മതവിശ്വാസികളില്ലേ, അവർക്ക് ഈ പറയുന്ന അനുഷ്ഠാനങ്ങൾ ഒക്കെ അംഗീകരിക്കാൻ പറ്റുന്നവരല്ലല്ലോ. സ്വാഭാവികമായി അതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം, അത് അടിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ്. അതുതന്നെ നിങ്ങൾ ഭാരതത്തെ പുണ്യഭൂമിയായി കാണുന്നെങ്കിൽ നിങ്ങൾ ഭാരതത്തിൽ പുറത്താണ് എന്ന് സർവ്വത്തിലുണ്ട്. നിങ്ങൾ ഭാരതഭൂമിയെ പുണ്യഭൂമിയായി കാണുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ മാത്രമാണ് എന്ന് പറഞ്ഞ് അത് അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാസിസമാണ്. ആ ഫാസിസത്തിൻ്റെ ആ ഒരു ഗാനമാണ് ഈ പറയുന്ന ഈ ഗണഗീതമെന്ന് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ പറ്റില്ല. അത് ഇന്ത്യൻ റെയിൽവേയാണ് ആ ഒരു ഗണഗീതത്തെ അത് അവരുടെ എക്സിൽ അവർ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചോദിക്കട്ടെ, ഈ രാജ്യത്തിനകത്ത് ധീര പോരാട്ടങ്ങൾക്ക് നടത്തിയ ദേശീയ പ്രസ്ഥാനമാണ് കോൺഗ്രസിൻ്റെ ഒരു ഗാനമുണ്ട്, കോൺഗ്രസ്സാണ് ഭാരതത്തിൽ മർത്യകോടി നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സ്വാതന്ത്ര്യം. അത് കോൺഗ്രസ് ഈ രാജ്യത്തെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിൻ്റെ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വലിയ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഓർമ്മകളെ തുടിക്കുന്ന ഗാനമാണ്. അങ്ങനെ ഒരു പാട്ട് ഇതുപോലെയുള്ള ചടങ്ങുകൾ പാടി ഇതുപോലെ ഇന്ത്യൻ റെയിൽവേയുടെ എക്സിലോ അല്ലെങ്കിൽ ട്വിറ്ററിലോ പോസ്റ്റ് ചെയ്താൽ അത് അംഗീകരിക്കുമോ? അത് ശരിയാണോ? അത് കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പാർട്ടി പരിപാടികളിലുമായി ബന്ധപ്പെട്ട് പാടുന്ന പാട്ടാണ്. ആ പരിപാടികൾ പാടണം. ഈ RSSന്റെ സംഘപരിവാറിൻ്റെ ഇവരുടെ മറ്റ് പരിപാടികൾ നടക്കുമ്പോൾ അവർ പാടിക്കോട്ടെ, അവരുടെ ഇടങ്ങളിൽ പാടിക്കോട്ടെ. ആ പാടുന്നത് ഇന്ത്യൻ റെയിൽവേയിലേക്ക് കൊണ്ടുവന്ന് പാടുന്നത്, എന്നിട്ട് അത് ദേശഭക്തി ഗാനമാണെന്ന് പറയുന്ന അടിസ്ഥാനം എന്താണ്? എന്ത് ലോജിക്കാണ്? അതെടുത്തിട്ട് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇത് ദേശഭക്തി ഗാനമാണ് എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കുന്നത് എന്തിനാണ്? അത് ന്യായമാണോ? അപ്പോൾ അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ ഈ പാട്ട് പാടി ഇതുപോലെ ഒരു കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഐഡിയോളജിയുള്ള പാട്ടുകൾ പാടി പ്രചരിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള ഔദ്യോഗികമായ സംവിധാനങ്ങൾ ചേർത്ത് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ.
ഇല്ലല്ലോ. ഇപ്പൊ ഇടതുപക്ഷത്തിൻ്റെതായ ഒരുപാട് പാട്ടുകളുണ്ടല്ലോ, സ്വാഭാവികമായും അത്തരം പാട്ടുകൾ പാടി ഇത്തരം ഈ മേഖലകൾ വെക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് മാത്രം എന്താണ് ഇതിൻ്റെ അകത്ത് എന്താണ് പൊതിഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് നിങ്ങൾ എന്ത് ദേശസ്നേഹമാണ് നിങ്ങൾ പൊതിഞ്ഞിരിക്കുന്നത്? എന്ത് ദേശസ്നേഹമാണ് നിങ്ങൾക്കുള്ളത്? RSS എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ദേശദ്രോഹികളായിരുന്നു. ആ ദേശദ്രോഹികളുടെ ഒരു ഗാനം എങ്ങനെയാണ് ദേശഭക്തി ഗാനമാകുന്നത്? ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ്. ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ബ്രിട്ടീഷുകാർക്കെതിരായി പോരാട്ടം നടക്കുമ്പോൾ എന്തിനാണ് ചെറുപ്പക്കാരെ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങളുടെ ജീവനും നിങ്ങളുടെ നിലപാടിനെ നശിപ്പിക്കുന്നത്? പ്രതിരോധത്തിലാക്കുന്നതാണോ യൂത്ത് കോൺഗ്രസ്സുകാരനായ നുസൂറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്? ഇപ്പോൾ കെ സുരേന്ദ്രൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ പറയുന്നു, എന്ത് മനോഹരമായാണ് കുട്ടികൾ ഈ ഗാനം പാടിയത്. അതൊരിക്കലും ഒരു വിവാദ ഗാനമല്ല. വർഷങ്ങൾക്ക് മുൻപ് ഞാനും ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ക്യാമ്പുകളിൽ ഈ ഗാനം പാടിയിരുന്നു. ഇന്നും അത് തുടർന്ന് വരുന്നുമുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഗാനം RSSന് തീറെഴുതുന്നത്? അവർ പാടുന്ന ഗാനങ്ങളെല്ലാം അവരുടേതാണ് എന്ന ചിന്താഗതി എല്ലാവരും മാറ്റിയേ തീരൂ. ഗാനം ആലപിച്ച കൂട്ടുകാർക്ക് ആശംസകൾ നേരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഈ നുസൂർ എന്ന യൂത്ത് കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ ഏതോ ഒരു നുസൂർ എഴുതിയത് കൊണ്ടൊന്നുമല്ലോ പാർട്ടിയുടെ ഐഡിയോളജി. നുസൂറാണോ പാർട്ടി? നുസൂർ എന്തെങ്കിലും വ്യക്തിപരമായി എഴുതിയതിന്റെ ഉത്തരം പറയാനല്ല ഞങ്ങൾ വന്നത്. എന്തായാലും കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ടാഗ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നത് എന്തായാലും സതീശന്റെ കോൺഗ്രസ് അല്ലാത്തവരുമുണ്ട് എന്നാണ്. അതെ, ഞാൻ പറയട്ടെ, ഞങ്ങൾ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് ആണ്. ഖാർഗെ ഐഡിയോളജിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ കോൺഗ്രസ് നിൽക്കാം. ഇങ്ങനെ RSSന്റെ ആശയങ്ങൾ പേറി അതിനെ സപ്പോർട്ട് ഏതൊരുത്തം വന്നാലും അതിനൊന്ന് അംഗീകരിച്ചു കൊടുക്കുന്നവരല്ല കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വവും. അതുകൊണ്ട് ആരെങ്കിലും എഴുതി സുരേന്ദ്രൻ പറഞ്ഞതുപോലെ അങ്ങനെ പറയുന്നത് കേട്ട് അങ്ങനെ നിൽക്കുന്ന ആളുകൾക്കൊന്നും കോൺഗ്രസിൽ ഇടവില്ല. അയാൾക്ക് വേറെ ഇടമുണ്ട്. ആ ഇടയിൽ പോയിക്കൊള്ളുക. അതൊന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഐഡിയോളജിക്ക് അനുസരിച്ചിട്ടല്ല. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഒരു പോസ്റ്റ് എഴുതിയത് കൊണ്ടല്ലോ പാർട്ടിയുടെ ദേശീയ നയതാണ്. പാർട്ടി RSSനെ നിരോധിക്കണമെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ഇന്നും ബീഹാറിന്റെ മണ്ണിൽ പറയുന്ന ഞങ്ങളുടെ പ്രസിഡന്റ് മല്ലികാർജുന ഖാർഗെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.